1000 അശ്വമേധ യാഗങ്ങളും കൂടാതെ 100 രാജസൂയങ്ങളും നടത്തി പ്രസിദ്ധനായ രാജാവായിരുന്നു ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന മഹാഭിഷക്. സ്വർഗത്തിൽ വലിയ സ്ഥാനമാനങ്ങൾക്ക് പാത്രമായ അദ്ദേഹത്തിന് ഒരിക്കൽ ഒരബദ്ധം പറ്റി. ബ്രഹ്മാവിന്റെ മുന്നിൽ വെച്ച് ഗംഗാദേവിയെ പ്രേമ പുരസ്സരം ഒന്നു നോക്കിപ്പോയി. കുപിതനായ ബ്രഹ്മാവ് മഹാഭിഷക് വീണ്ടും മനുഷ്യനായി ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് ശപിച്ചു. ബ്രഹ്മാവിന്റെ ശാപത്താൽ മഹാഭിഷക് പുരുവംശത്തിലെ പ്രദീപ മഹാരാജാവിന്റെ പുത്രനായി ഭൂമിയിൽ ജനിച്ചു. രാജാവ് ആ കുട്ടിക്ക് ശന്തനു എന്നു പേരിട്ടു. ശന്തനുവിന് പ്രായപൂർത്തിയായപ്പോൾ രാജ്യഭാരം അവനെ ഏൽപ്പിച്ച് പ്രദീപ മഹാരാജാവ് തപസ്സു ചെയ്യാൻ കാട്ടിലേക്ക് പോയി. എന്റെ കുഞ്ഞുങ്ങളെ, ഈ കഥ നിങ്ങളുടെയൊക്കെ ഹൃദയത്തെ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മയെ സന്തോഷിപ്പിക്കാൻ ഒരു ചെറിയ ലൈക്ക് കൊടുത്താൽ മതി കേട്ടോ. നല്ല കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. നല്ല നല്ല പ്രചോദന കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുട്ടികളെ.